ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് കമലാമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് മാഷ് പറയുന്നത്, കമലെ നീ എന്തിനാണ് ഇത് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാനാണെന്ന് പറയുമ്പോൾ, ഇതൊക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? നമുക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിച്ചാൽ പോരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല പൈസ ആവില്ലേ എന്ന് ചോദിക്കാം. ഇതിൻ്റെ ഈ കണിച്ചൊക്കെ മക്കൾക്ക് അറിയുന്നില്ലല്ലോ എന്ന് പറയാം കേട്ടോ. എൻ്റെ ഈ കണിച്ചും കാരണം ഈ വീട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. മാഷ്ക്ക് ഇഡ്ഡലി വേണ്ട, എനിക്കൊരു ചായ തന്നാൽ മതി എന്ന് പറയുകയാണെ. ആ സമയത്ത് മാഷ് പോകുമ്പോൾ വേദ വന്നിട്ട് കമലാമ്മനോട് ചോദിക്കുക, എന്താണ് ഈ സമയത്ത് ഒരു അടുക്കള റൊമാൻസ്? അയ്യേ റൊമാൻസോ, എന്തീ കുട്ടി പറയുന്നതെന്ന് ചോദിച്ചിട്ടോ. അയ്യേ റൊമാൻസ് എന്ന് പറഞ്ഞ വാക്ക് അയ്യേന്നൊന്നും പറയണ്ട, അതത്ര മോശമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതെ, നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബോണ്ട് തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും നല്ല സ്നേഹമാണ്, പക്ഷേ നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടൊന്നും അവരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല, വേറെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണെ. പണ്ടേ ഒരുപാട് പ്രേമിച്ച് കുറേ കാലം നടന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. അയ്യോ ഈ കുട്ടി എന്താ പറഞ്ഞ ആൾക്കാർ കേൾക്കണ്ട, മറ്റുള്ളവരൊന്നും കേൾക്കണ്ടെന്ന് പറയട്ടോ. അതെന്താ കേട്ടാലെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ വേദ. അപ്പോൾ കമലാമ്മ പറയും, അതെ വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഈ തട്ടിൽ ഇഡലി ഒഴിച്ചിട്ട് ഇതേ ആ പാത്രത്തിൽ കൊണ്ട് വെക്കിയെന്ന് പറയട്ടോ. ഞാൻ മാഷ്ക്കൊരു ചായ ഉണ്ടാക്കട്ടെ എന്ന് പറയട്ടോ. ചായ ഉണ്ടാക്കിയോ, പക്ഷേ നല്ല റൊമാൻറ്റിക് ചായ ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയട്ടോ. ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ചായ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് ശ്രീജ കൊച്ചിനെ ഒരുക്കുകയാണ്. അപ്പോൾ മോളോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ അമ്മേനെ കൈപിടിച്ച് തന്നെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയമ്മേനെ കൂടെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ എപ്പോഴെപ്പോഴും ചെറിയമ്മനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞാൽ ചെറിയമ്മയ്ക്ക് എൻ്റെ കൂടെ നടക്കാൻ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പോഴേക്കും ഈ വിഷയം വന്നിട്ട് നീ റെഡി ആയില്ലേന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ പോലെ മുണ്ട് ഷർട്ടിട്ട് ഒരുങ്ങി പുറത്തേക്ക് വന്നാൽ പോരല്ലോ, എനിക്കിനി പണിയുണ്ട്, കുറച്ച് അടിച്ച് കോരാൻ തൂക്കാനുണ്ട്, തിരിച്ച് വരുമ്പോൾ വീടൊക്കെ ആകെ വൃത്തിയേടാവും, ഞാൻ അതും കൂടെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീജ ചൂലൊക്കെ എടുത്ത് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നന്ദിനി ഒരുങ്ങിയിട്ടും മതിയാവുന്നില്ല. വിനായകൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് വിനയേട്ടാ എന്ന് ചോദിക്കേണ്ട. കൊള്ളാം, നീ സുന്ദരിയാണല്ലോ എന്ന് പറയട്ടെ. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്താന്ന് പറയട്ടോ. നന്ദിനി, പുറമേ ഉണ്ടാക്കാൻ പറ്റുന്ന സൗന്ദര്യത്തിന് ഒരു പരിധിയില്ലേ എന്ന് വെച്ചാൽ കാക്ക കുളിച്ചാലേ കൊക്കാവൂലാന്ന്. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് കുറേ വെളുത്ത കൊക്കുകൾ കൂടി ഉണ്ടല്ലോ. വെളുത്ത കൊക്ക് പറഞ്ഞാൽ എന്തും അനുസരിക്കുമല്ലോ നിങ്ങൾ എന്ന് പറയട്ടോ. നന്ദിനി വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എന്ന് പറയട്ടെ. അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ വേദ പറയുന്നത് എന്തും അനുസരിക്കുന്നത് അവൾക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പറയാൻ കേട്ടോ. നന്ദിനി ആവശ്യമില്ലാത്ത പറയരുത്, അങ്ങനെയാണെങ്കിൽ പറയും നിങ്ങളും അവളും തമ്മിലുള്ള രഹസ്യം എന്താണെന്ന് പറയട്ടോ. ഞങ്ങൾ ഒരു രഹസ്യവും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, എനിക്കറിയാം ഈ യാത്രക്കിടയിൽ ആ രഹസ്യം ഞാൻ ഉറപ്പായിട്ടും കണ്ടെത്തും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിനായകൻ ഇങ്ങനെ ടെൻഷനാവാണ് കേട്ടോ. അപ്പോൾ വിനായകൻ പറഞ്ഞു, അതെ നീ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടുന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് ഇറങ്ങിപ്പോകാണ്. പിന്നെ വിക്രം ഡ്രസ്സൊക്കെ പെട്ടിലും മടക്കി വയ്ക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ചോദിക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറയും. വണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും വണ്ടി ഓൺ അടിക്കുന്നുണ്ടായിരുന്നു അവിടെ. എന്നിട്ടൊരു കവറിൽ കുറച്ച് പൈസ ആക്കിയിട്ട് കൊടുക്കണതാ, ഇത് പിടിച്ചോന്ന് പറയും കേട്ടോ. ഇതെന്തത്? നീ യാത്രയ്ക്ക് ആയിട്ടുള്ള പൈസയാണെന്ന് പറയും കേട്ടോ. അതൊന്നും വേണ്ട, ഞാൻ രാജേട്ടനോട് കുറച്ച് പൈസ സംഘടിപ്പിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, പോകുന്ന വഴിക്ക് രാജേട്ടൻ അത് തരും. വേണ്ട, അങ്ങനെ ഒരാൾ സംഘടിപ്പിച്ച് വെച്ച പൈസ ഒന്നും വാങ്ങിക്കേണ്ട. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ്. ഞാൻ LLB കഴിഞ്ഞ സമയത്ത് ഒരു പ്രൈവറ്റ് അക്കാഡമിയിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു പൈസയുണ്ട്, ഒരു വർഷത്തോളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പൈസ മുഴുവൻ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് മുത്തശ്ശി എൻ്റെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടുന്നത് അത് വേറെയുണ്ട്. ഇത് എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ പൈസയാണ്, അത് ചിലവാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇത് പിടിച്ചാൽ മതി. പിന്നെ ഈ യാത്രയിലുള്ള ചിലവ് മുഴുവനും വിക്രമസ്വാമി തന്നെ നോക്കണം, ഇത് പിടിച്ചോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം അത് വാങ്ങാണേ. അപ്പോൾ വേദയ്ക്ക് സന്തോഷമാവും കേട്ടോ വിക്രം അത് വാങ്ങുമ്പോൾ. നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്രയാവുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങുകയാണേ. വിനായകനും അതുപോലെ നന്ദിനിയും, അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ട് ശ്രീജ ഇറങ്ങിയിട്ടില്ല. വിനായകൻ വിഷയം പറയും, ഈ ശ്രീജയുടെ ഒരു കാര്യം, എവിടെ പോകാൻ ഒരുങ്ങിയാലും ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ കമലാമ്മ ശ്രീജയ്ക്ക് അങ്ങനെയാണ്, വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് ശ്രീജ എവിടെയെങ്കിലും പോകുള്ളൂ. അപ്പോൾ ശ്രീജയുടെ കയ്യിലൊരു ബിഗ് ഷോപ്പർ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും, ഇത് രാവിലെ കഴിക്കാനൊരു ഇഡ്ഡലി സാമ്പാർ എന്താ വേണ്ടേ? അയ്യോ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷയനത് പിടിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ ശ്രീജയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറാണ്. അപ്പോൾ നമ്മളെ വേദനെടുത്ത് കൊച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൈക്കൊക്കെ എടുത്തിട്ട് വിഷയം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണെന്ന് പറയുമ്പോൾ കൊച്ചു പറയുകയാണേ, അതെ ഞാനൊരു പാട്ട് പാടട്ടെ വെച്ചാൽ അതിനെന്താ പാടിക്കോ എന്ന് പറയട്ടെ. അങ്ങനെ കൊച്ചു പോയിട്ട് മൈക്കൊക്കെ പിടിച്ചിട്ട് ഒരു അയ്യപ്പൻ്റെ പാട്ട് പാടാണേ.
അന്നേരം നന്നായി പാടുന്നുണ്ടല്ലോ മോള് എന്ന് പറയാണ് കേട്ടോ വേദ. അപ്പോൾ വിശ്വം പറയും അതെ അടുത്ത കൊല്ലം പാട്ട് പഠിപ്പിക്കാൻ ചേർക്കുക അപ്പോൾ എന്ന് പറയും. അപ്പോൾ തന്ത്രി പറയും അപ്പോൾ സ്റ്റാർ സിംഗർ ജൂനിയർ വരുമ്പോഴേ അതിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജയ്ക്കും വിശ്വേട്ടനും ചുളിവിൽ ഫേമസ് ആവാന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം, അപ്പുമോളുടെ പേരൻസായിട്ട് നന്ദിനി പോയാൽ മതി, അപ്പോൾ ചുളിവിൽ നന്ദിനിക്ക് ഫേമസ് ആവുമല്ലോ, എനിക്കങ്ങനെ മോഹങ്ങളൊന്നുമില്ല എന്ന് പറയും. എനിക്ക് മനസ്സിലായി ശ്രീജേച്ചി പറഞ്ഞത് എന്താണെന്ന്. ശ്രീജേച്ചി എന്നെ കുത്തിയതല്ലേ, എന്ത് കുത്തു എന്ന് ചോദിക്കും കേട്ടോ. എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടല്ലേ ശ്രീജേച്ചി ഇങ്ങനെ പറഞ്ഞു. അയ്യോ ഞാനങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് കുറച്ച് ആൾക്കാരെ പറഞ്ഞയക്കാണ് കേട്ടോ മാഷിനെ അപകടപ്പെടുത്താനായിട്ട്. എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ബോർഡർ കടന്നതിന് ശേഷം മാത്രം കാര്യം നടത്തിയാൽ മതി, കാര്യം നടത്തിയതിന് ശേഷം ഞങ്ങളെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ മുഖമൊന്നും അവർ കാണാൻ പാടില്ല, നിങ്ങളുടെ അവരെ വണ്ടിയുടെ പുറകിൽ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞേൽപ്പിക്കുകയാണ്. സംഭവം നടന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, പിന്നെ പൈസ ഒക്കെ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ പോയതിന് ശേഷം ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, നീ പുതിയ സിമ്മാണല്ലോ അവർക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത്. അതെ, ആ സിം ആരുടെ പേരിലുള്ളതാ എന്ന് ചോദിക്കും. അത് വേദയുടെ പേരിൽ അവളുടെ ഫോട്ടോയോ ഐ ഡി പ്രൂഫോ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു, അത് വെച്ച് സംഘടിപ്പിച്ചതാ. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ നമ്മളിലേക്ക് പിടി വീഴൂല, അവൾക്ക് പിടി വീഴുള്ളൂ എന്ന് പറയുകയാണേ. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അപ്പുമ്മളുടെ പാട്ട് കഴിയുമ്പോൾ എല്ലാവരും കൈകൊട്ടാണ് സന്തോഷത്തോടു കൂടിയിട്ട്. അപ്പോൾ നന്ദിനി മാത്രം കൈകൊട്ടാതിരിക്കുമ്പോൾ വിനായകൻ പറഞ്ഞു കൈകൊട്ടടി എന്ന് പറയുമ്പോൾ നന്ദിനി ഇഷ്ടമില്ലാണ്ട് കൈകൊട്ടുന്നുണ്ടേ. അതിനുശേഷം വേദ എന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വിക്രത്തിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റിരിക്കും. പിന്നെ അപ്പോൾ മോള് നടുക്ക് തന്നെ ചെന്നിരിക്കും കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്ന മോളെ സീറ്റ് ഉണ്ടല്ലോ അപ്പുറത്തേക്ക് മാറിയിരിക്കും. വേണ്ട, ഞാൻ വേദ ചെറിയമരെ എഴുത്തിരുന്നോളാം. അപ്പോൾ വിക്രം പറയും ഞാൻ വേണമെങ്കിൽ മാറിയിരുന്നോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ വേണ്ട, അപ്പോൾ മോൾ എൻ്റെ മടിയിലിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോളെ മടിയിലിരുത്താണ്. വേദ ചെറിയമ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ ചോദിക്കുന്നു. അപ്പോൾ നന്ദിനി ഇനിയിപ്പോൾ വേദന കഥയും കൂടെ കേൾക്കണോ, മനുഷ്യന് ഒരു സ്വസ്ഥത തരില്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കമലാൻ പറയും നീ അവിടെ ഇരുന്നോ നന്ദിനി, നീ അത് ചെവി കൊടുക്കാൻ പോകണ്ടെന്ന് പറയും. അങ്ങനെ കൊച്ചു നിർബന്ധിക്കുകയാണ് കേട്ടോ വേദനോട് ഒരു കഥ പറഞ്ഞതായി ചെറിയമ്മയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വേദ ഒരു കഥ പറയുകയാണ്. ഒരു സ്ഥലത്ത് ഒരു രാക്ഷസൻ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായെന്ന് പറയുമ്പോൾ വിക്രം മനസ്സിലിങ്ങനെ ആലോചിക്കണം, ദൈവമേ ഇത് എനിക്കിട്ടുള്ള പണിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അങ്ങനെ കഥ പറയാനിട്ട കാന്തപുരം എന്നൊരു സ്ഥലത്ത് ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും രാക്ഷസനെ പേടിയാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത് രാക്ഷസൻ അവിടെയുള്ള ആൾക്കാരൊക്കെ പിടിച്ച് തിന്നുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മീനാക്ഷി അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഈ രാക്ഷസനെ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മീനാക്ഷി ഒരു ദിവസം കാട്ടിലേക്ക് പോകും. രാക്ഷസനെ കാണാനായിട്ട് ഒരുപാട് ദൂരം ചെന്ന് കഴിയുമ്പോൾ മീനാക്ഷി രാക്ഷസനെ കാണും. അപ്പോൾ രാക്ഷസനായിട്ട് സംസാരിക്കുമ്പോൾ രാക്ഷസൻ അവിടെ ഇരുന്ന് കരയായിരിക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ രാക്ഷസനോട് കാര്യം ചോദിക്കുമ്പോൾ രാക്ഷസൻ പറയും ഞാൻ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, പക്ഷേ എല്ലാവർക്കും എന്നെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. അപ്പോൾ മീനാക്ഷിക്ക് രാക്ഷസൻ്റെ കാര്യത്തിൽ പാവം തോന്നും. അങ്ങനെ മീനാക്ഷി എല്ലാ ദിവസവും രാക്ഷസനുള്ള ഭക്ഷണമായി പോകും. അങ്ങനെ മീനാക്ഷിയുമായിട്ട് രാക്ഷസൻ കൂടുതൽ അടുക്കുകയും മീനാക്ഷി രാക്ഷസനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ആദ്യമൊക്കെ നാട്ടുകാർക്ക് വലിയ പേടിയായിരുന്നെങ്കിൽ പിന്നീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു രാക്ഷസനെ ആക്കി മാറ്റിയെടുത്തു ആ പെൺകുട്ടി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ കഥയിൽ നിന്ന് അപ്പുമോൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ സുന്ദരിയായ പെൺകുട്ടി വേദച്ചെറിയമ്മയും ആ രാക്ഷസൻ ചെറിയച്ഛനാണെന്ന് മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം പറയും ഇടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇവർ പിന്നിൽ കൂടെ മറ്റേ വണ്ടി വരുന്നുണ്ട് കേട്ടോ, മാഷ അപകടപ്പെടുത്താനായിട്ട് ഏൽപ്പിച്ച വണ്ടി. അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വിശ്വം പറയാണ് കേട്ടോ, ഇനി എല്ലാവരും എഴുന്നേറ്റോ, എൻ്റെ വക ഒരു സാമ്പാർ വട വാങ്ങി തരാമെന്ന് പറയുകയാണേ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എഴുന്നേറ്റ് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകും. വിക്രമും ബാക്കിൽ കൂടെ പോകും കേട്ടോ കൈ കഴുകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്ദിനോട് വിനായകൻ ചോദിക്കും നീ കൈ കഴുകുന്നില്ല, എൻ്റെ കയ്യിൽ ചെളിയൊന്നും ഇല്ല എന്ന് പറയും. ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ തലയിൽ ഇഷ്ടം പോലെ ചെളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിനായകൻ എഴുന്നേറ്റ് കൈ കഴുകാൻ നീട്ട് പോകും കേട്ടോ. ആ സമയത്ത് നന്ദിനി എഴുത്ത് അപ്പുമോൾ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നന്ദിനി ആ ജഗ്ഗിൽ പിടിച്ച് നോക്കിയപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്ദിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി ഞാനിട്ട് ഒരു ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം മറ്റേ ഗ്ലാസ്സിൽ ചൂടുവെള്ളം നിറയ്ക്കുന്നുണ്ട്. എന്നതിന് ശേഷം വേദ വന്നിരിക്കുന്ന സ്ഥലത്ത് ചൂടുവെള്ളം വെക്കുകയാണ്. നന്ദിനിയുടെ അടുത്ത് പച്ചവെള്ളം വെക്കുകയാണ്. എന്നിട്ട് നന്ദിനി
വേദ വരുന്ന കാണുമ്പോൾ വേദനോട് ചോദിക്കും അവിടെ തിരക്കുണ്ടോ വേദ ഇല്ല എന്നാൽ ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി കൈ കഴുകാൻ പോവുകയാണ്. അങ്ങനെ നന്ദിനി കൈ കഴുകാൻ പോയതിന് ശേഷം പിന്നീട് അപ്പമോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചൂടുവെള്ളം എടുത്തിട്ട് നന്ദിനിയുടെ ഭാഗത്തേക്ക് തന്നെ വെക്കുകയും പച്ചവെള്ളം എടുത്തിട്ട് വേദയുടെ അടുത്തേക്ക് വെക്കുകയും ചെയ്യും. അപ്പോൾ വേദ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മോള് എന്ന് പറഞ്ഞു കണ്ടിട്ട് ഇങ്ങനെ ഒച്ചയുണ്ടാക്കാണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവാണ്ട് എന്തോ കാര്യമുണ്ടെന്നും അങ്ങനെ എല്ലാവരും കൈയൊക്കെ കഴുകി വന്ന് വിനായകനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നന്ദിനി വരികയാണ് കേട്ടോ. നന്ദിനി വന്നിട്ട് ഇരിക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ പറയും, ഓഹ് എന്തോ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതെ വേദേ കുറച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി അടുത്ത് വെള്ളം കുടിക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ആ തിളച്ച വെള്ളം എടുത്തിട്ട് കൈയോട് കൂടിയിട്ട് എടുത്തിട്ട് കുടിക്കാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ മേത്ത് കൂടി സാരിയിലും ബ്ലൗസിലും മേത്തൊക്കെ ആ തിളച്ച വെള്ളം വീഴുമ്പോൾ വേദ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പുറത്ത് ഇരുന്നിട്ട് അപ്പുമോളും ചിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് തന്നെ തിരിച്ച് പണി കിട്ടി. അപ്പോൾ എത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.